ഈശ്വര, അവരൊന്നും വരുന്നല്ലേ? റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നെന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ഞാനു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളൻ അലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കൂ. അങ്ങേര് വലിയ പണക്കാരൻ, മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താണ്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താണ്? നിനക്ക് ചോദിച്ചാൽ എന്താടി? നിങ്ങൾ ചോദിച്ചാൽ മതി. ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. എന്താ, ഇന്ന് മരിക്കാൻ പോവാണോ? അല്ല, സേതുവിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കോളേജല്ല, വില്ലേജാണ്. കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല. ഇത് കളിയല്ല, ജീവൻ മരണ പ്രശ്നമാണ്. സേതു എന്തെങ്കിലും ഒരു തീരുമാനമാണോ നിനക്കൊക്കെ അറിയേണ്ടത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അളിയാ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങി വെച്ച് പോകാമല്ലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശകാണ്. അണ്ണ ഉടക്കല്ല അണ്ണ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ ആഞ്ഞില് പാർട്ടിയാടല്ല അണ്ണ. നീ പോണാറുന്നു യവന്മാർ സമാധാനം പറയട്ടെ. എന്താ എന്താ സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എടാ, എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസറാ? പോവേ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇഴിച്ച് കൂമ്പ് ഞാൻ കലക്കും. താൻ കലക്കോ? പിന്നെ കലക്കും. നില്ല തമാശ കളയട്ടാ. ചേട്ടന് അടി വെച്ചു കൊടുത്ത അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് കാര്യമായിട്ടെടുത്തോ. അടിച്ചു തരണ്ടടാ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിലൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിന് നിന്നെക്കാരി പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്നി എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പൊളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താനുകളാത്തോ? കാത്തേ, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. സമാജല്ലേ? എല്ലാം പിന്നെന്താ?
ഞാൻ അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും മേലെ മുഴുവനും തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ട് ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. ആരാത്? ആരാ? ആരാത്? ആരാത്? ആരാ? മാഷേ, മുട്ടി മനുഷ്യനെ മുട്ടിയെ തൊലി പോയല്ലോ മാഷേ. നീ എന്താ ഈ പാതിരായിക്ക്? സന്ധ്യ കഴിഞ്ഞ ബസ്സും കാറും കിട്ടാത്ത സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞു. വഴി ചോദിച്ചു 5-6 കിലോമീറ്റർ നടന്നു. ഭാഗ്യത്തിന് ഞാൻ കടയടച്ചില്ല. മാഷിന്റെ അനിയനെ അറിഞ്ഞപ്പോ നേരെ പൊക്കിക്കൊണ്ടിഞ്ഞു പോന്നു. നീ അകത്തേക്ക് വാ. അപ്പോ ഞാൻ പോട്ടെ. കാലത്ത് രണ്ടുപേരും കടയിലോട്ട് വരണം. ഇല്ലെങ്കിൽ പുട്ടും ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. വളരെ നന്ദി. അയ്യോ, ഇതിനൊക്കെ എന്ത് നന്ദി പറയാൻ. അല്ല, അയ്യപ്പ ഞാൻ നട്ടിക്ക് പോകാൻ പേടിയൊന്നുമില്ലല്ലോ. എനിക്ക് എന്ത് പേടി? അല്ല, ഇനി മാഷൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലേ കവല വരെ എന്റെ കൂടെ വരാ. നടക്കണമെന്നില്ല. ഇല്ലേ? എന്നാ വേണ്ട. വാമല ഇതൊരുമാതിരി കോട്ട പോലെ ഉണ്ടല്ലോ. ചേട്ടന് ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാവില്ലേ? പേടിയോ? നീ പകല് നോക്കണം കോട്ടയാണോ കൊട്ടാരാണോ എന്ന്. പിന്നെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ആ വാദത്തിന്റെ പഴുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കുട്ടിരാമൻ വൈദ്യരുടെ ചികിത്സയില്ല. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും കഴിക്കുകയും വേണ്ട, കുടിക്കുകയും വേണ്ട. ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. നീ വാ. നിക്ക്. സത്യം പറയണം, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ലോട്ടറി അടിച്ചോ? അതൊക്കെ വലിയ വലിയ കഥകളാ മോനെ. വിസ്തരിച്ച് പറഞ്ഞ കാര്യ.